പാഠപുസ്തക അച്ചടിയിലെയും അധ്യാപക പരിശീലനത്തിലെയും പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ മേഖല ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സ്വീകരിച്ച തെറ്റായ നിലപാടുകളാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നയപരമായിട്ടുള്ള പരാജയങ്ങളാണ്. ജൂൺ ആദ്യവാരം സ്കൂളുകൾ തുറക്കാൻ പോകുന്ന സമയത്ത് പോലും കേരളത്തിലെ പാഠപുസ്തകങ്ങൾ നിലവിൽ പൂർണ്ണമായിട്ട് അച്ചടിച്ച് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അധ്യാപക പരിശീലനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതുപോലെ SLC ഫലപ്രഖ്യാപനവും അനിശ്ചിതത്തിൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. V ശിവൻകുട്ടിയുടെ ഭരണപരമായിട്ടുള്ള പരാജയവും അതുപോലെ തന്നെ രാഷ്ട്രീയ അഹങ്കാരവുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തള്ളിവിട്ടിട്ടുള്ളത്. ജിജീഷ് കരുണാകരനിലേക്ക് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് യദു കൃഷ്ണൻ ഉന്നയിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഈ പുതിയ സർക്കാർ ഒന്നും ആയിട്ടില്ല, തീരുമാനവും ആയിട്ടില്ല. കഴിഞ്ഞ ഇടത് സർക്കാർ എന്താണ് ചെയ്തു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V ശിവൻകുട്ടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പലതരം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു. അതെല്ലാം അമ്പെ പരാജയപ്പെട്ടു പോയി. പിന്നീട് എന്തായാലും അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണല്ലോ. ആ വകുപ്പിനെ അമ്പെ ഒരു പടുകുഴിയിലാക്കിയിട്ടാണ് പടിയിറങ്ങി പോകുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്, കുട്ടികളാണ്. സ്കൂൾ തുറക്കുമ്പോൾ അവിടെ പാഠപുസ്തകങ്ങളില്ല, അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകിയിട്ടില്ല. ഇവിടെ ABVP ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ലേ ജിജീഷ് കരുണാകരൻ? വിനോദ്, രാഗി, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറേ കാലങ്ങളായി കുത്തഴിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു. പൂർണ്ണമായും തന്നെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങൾ, നടപടികളെല്ലാം തന്നെയാണ് LDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ പ്ലാനോടുകൂടി ഒരു നടപടിയും സ്വീകരിക്കാത്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത്. അതിനുള്ള തിരിച്ചടി അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചുവെങ്കിൽ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കുത്തഴിഞ്ഞ നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖല മാറുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ABVP ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകരുന്ന സ്ഥിതിവിശേഷമാണ്. പാഠപുസ്തക അച്ചടിയിലാണെങ്കിലും അധ്യാപക പരിശീലനത്തിലെല്ലാം തന്നെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. അത് പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് വേണം വേഗത്തിൽ മുന്നോട്ട് പോകാൻ. അതിന് സർക്കാർ സംവിധാനങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും എല്ലാം തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരാനിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലെങ്കിലും ഇതിൽ നടപടികൾ ഉണ്ടാകണം. അതിന് കാത്തിരിക്കാതെ തന്നെ അടിയന്തരമായി ഉള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടത് എന്ന കാര്യം തന്നെയാണ് ABVP ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു കുത്തഴിഞ്ഞ സ്ഥിതിയെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ABVP സെക്രട്ടറി യദു കൃഷ്ണൻ ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒപ്പം തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ മുൻ മന്ത്രി V ശിവൻകുട്ടി എടുത്തിട്ടുള്ള പല നിലപാടുകളുമാണ്. ഒപ്പം തന്നെ അധ്യാപക പരിശീലനം താളം തെറ്റിയിരിക്കുന്നു. പാഠപുസ്തക അച്ചടിയിൽ ഉണ്ടായിരിക്കുന്ന താളം തെറ്റലുകൾ അത് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എങ്ങനെയെല്ലാമാണ് വിദ്യാർത്ഥികളെ ബാധിക്കാൻ പോകുന്നത് എന്നത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. കാരണം മുമ്പെല്ലാം പാഠപുസ്തക അച്ചടി വൈകിയ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് അത്തരം പ്രതിസന്ധികളിലൂടെ വിദ്യാഭ്യാസ മേഖല കടന്നുപോയിട്ടുള്ളത്, വിദ്യാർത്ഥികൾ കടന്നുപോയിട്ടുള്ളത് എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ പഠനം അല്ലെങ്കിൽ പഠന സൗകര്യങ്ങൾ പോലും താളം തെറ്റിക്കുന്ന വിധത്തിൽ തന്നെയാണ് അതെല്ലാം പോകുന്നത്. അങ്ങനെ പാഠപുസ്തക അച്ചടിയും അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ABVP ശക്തമായി ഉയർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക്, കാരണം മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടി ABVP നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നതിനെ സർക്കാരുകൾ കാണിക്കുന്ന ഒരു പിന്തിരിപ്പൻ നടപടി മുമ്പ് LDF സർക്കാർ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇനി വരുന്ന സർക്കാരാണെങ്കിലും തന്നെ വലിയ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും മുന്നേറ്റത്തിനും വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് PM ശ്രീ ഫണ്ട് അടക്കം വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടെയും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ വിദ്യാഭ്യാസ മേഖല വലിയൊരു തകർച്ചയിലായിരിക്കും കൂപ്പുകുത്തുക എന്ന കാര്യം കൂടിയാണ് ABVP ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ് ABVP മുന്നോട്ട് വെക്കുന്നത്.